മുണ്ടത്തിക്കോട് സ്ഫോടനത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ അടിയന്തര മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർക്കാണ് ഈ അന്വേഷണ ചുമതല. പോലീസ് തലത്തിലെ അന്വേഷണത്തിനായി SITയും രൂപീകരിച്ചിരിക്കുന്നു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 14 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 2 ലക്ഷം രൂപയും സർക്കാർ കൈമാറും. സ്ഫോടനത്തെ സവിശേഷ ദുരന്തമായി പ്രഖ്യാപിക്കുമെന്നും മന്ത്രിസഭ അറിയിച്ചു. അതേസമയം തൃശൂർ പൂരം നടത്തിപ്പിൽ അന്തിമ തീരുമാനം നാളെ നടക്കുന്ന അവലോകന യോഗത്തിന് ശേഷമാകും ഉണ്ടാവുക. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് സംസ്ഥാന സർക്കാർ അടിയന്തരമായി ഒരു ഓൺലൈനായി മന്ത്രിസഭാ യോഗം ചേർന്നത്. മുഖ്യമന്ത്രി അടക്കമുള്ള എല്ലാ മന്ത്രിമാരും ആ യോഗത്തിൽ പങ്കെടുത്തു. തൃശൂർ കളക്ടറേറ്റിലെ വീഡിയോ കോൺഫറൻസിംഗ് ഹാളിൽ നിന്ന് 5 മന്ത്രിമാർ ഈ യോഗത്തിന്റെ ഭാഗമാകുകയും ചെയ്തു. യോഗമെടുത്ത പ്രധാനപ്പെട്ട തീരുമാനമെന്നത് വെടിക്കെട്ട് അപകടത്തിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തുക എന്നതാണ്. ഹൈക്കോടതിയിലെ റിട്ടയർഡ് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരെയാണ് ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനായി സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ദുരന്തത്തെ ഒരു സവിശേഷ ദുരന്തമായി പ്രഖ്യാപിക്കാൻ സർക്കാർ തീരുമാനിച്ചു. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നടക്കം കൂടുതൽ തുക ഈ ദുരിതബാധിതർക്ക് കൈമാറാനും കഴിയും. അത്തരത്തിലൊരു തീരുമാനം കൂടി ഈ മന്ത്രിസഭാ യോഗം കൈക്കൊണ്ടിട്ടുണ്ട്. മരിച്ച ആളുകളുടെ ആശ്രിതർക്ക് സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് 4 ലക്ഷം രൂപയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 10 ലക്ഷം രൂപയും അടക്കം 14 ലക്ഷം രൂപ നൽകാൻ വേണ്ടിയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ ദുരന്തത്തിൽ സർക്കാർ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്നത് എത്ര പേർ ഈ അപകട സ്ഥലത്തുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല എന്നതാണ്. ദേവസ്വത്തിന്റെ കയ്യിൽ കൃത്യമായ രേഖകളില്ല. അതോടൊപ്പം തന്നെ ഈ വെടിക്കെട്ട് അപകടം നടന്ന സ്ഥലത്ത് ഇതിൻ്റെ രേഖകളുണ്ടെങ്കിൽ അത് കത്തി നശിച്ചു പോയി എന്നതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എത്ര പേരുണ്ടായിരുന്നു എന്നത് കണ്ടെത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുവേണ്ടി ആരും മടിച്ചു നിൽക്കാതെ ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങളുണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ട കൺട്രോൾ റൂമുകളെ അറിയിക്കണമെന്ന് കൂടി മന്ത്രിമാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നയാൾ പോയി, ഇന്നയാളെ കാണാനില്ല, ഇന്നയാൾ രക്ഷപ്പെട്ടു വന്നു, ഇതൊന്നും പറയാൻ ചില മടികൾ കാണിക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർ ധൈര്യമായി ആ കാര്യങ്ങൾ ജില്ലാ ഭരണകൂടത്തിനോട് പറയണം. ആരെങ്കിലും മിസ്സിംഗ് ഉണ്ടെങ്കിൽ. മന്ത്രിസഭാ യോഗത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനം ഈ പൂരം നടത്തിപ്പ് എങ്ങനെയായിരിക്കണമെന്നത് സംബന്ധിച്ചാണ്. സർക്കാർ ഏകപക്ഷീയമായ ഒരു തീരുമാനം എടുക്കില്ല എന്നാണ് ദേവസ്വം മന്ത്രി VN വാസവൻ അറിയിച്ചിരിക്കുന്നത്. ദേവസ്വങ്ങളെ കൂടി കേട്ടുകൊണ്ട് ആചാര അനുഷ്ഠാനങ്ങൾ പാലിച്ചുകൊണ്ട് എങ്ങനെ പൂരം ഈ ഒരു പശ്ചാത്തലത്തിൽ നടത്താൻ കഴിയും, ആ ഒരു പ്രധാനപ്പെട്ട തീരുമാനം വരാൻ പോകുന്നത് നാളെയായിരിക്കും. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി തന്നെ നേരത്തെ നിങ്ങൾക്ക് അനുമതി തന്ന ഒരു മീറ്റിംഗ് ഞങ്ങൾ വിളിച്ചിരുന്നു. അപ്പോൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ പ്രമുഖരും ബന്ധപ്പെട്ട ദേവസ്വം ഭാരവാഹികളും ഇവരെല്ലാം ചേർന്ന് കൂടുന്ന ആ മീറ്റിങ്ങിൽ വെച്ച് പൂരവുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ എങ്ങനെയായിരിക്കണം എന്നത് സംബന്ധിച്ച് അവസാന തീരുമാനമെടുക്കും. ശരത് അമ്പാട്ടുകാവിനൊപ്പം ബിനിൽ, മാതൃഭൂമി ന്യൂസ്.